നമ്മുടെ ജീവിതത്തിൽ നാം ഏറെ സൂക്ഷിക്കേണ്ടുന്ന ഒരുപാട് ഫിത്നകൾ വളരെ ഗൗരവത്തോടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. സഹാബിയായ അനസ് റളിയല്ലാഹു തആല അൻഹു ഉദ്ധരിക്കുന്ന ഒരു സംഭവത്തിൽ നമുക്ക് കാണാം. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഞങ്ങളെയും കൂട്ടി ഇരിക്കവേ ഫിത്നയെ സംബന്ധിച്ച്, വരാൻ പോകുന്ന ഫിത്നകളെ സംബന്ധിച്ച് അവിടുന്ന് സുദീർഘമായി സംസാരിച്ചു. വല്ലാത്തൊരു സംസാരമായിരുന്നു അത്. അനസ് റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്, എത്രത്തോളം ഫറഅയ്തു അസ്ഹാബ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ സഹാബിമാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സഹാബിമാരെ ഒക്കെ ഞാൻ കണ്ടു. എല്ലാവരും ഖദ് വദഅ റഅസഹു ഫീ ഹിജ്രിഹി, തന്റെ തല ഇങ്ങനെ മടിത്തട്ടിലേക്ക് ചാഞ്ഞു വീഴുവോളം ഇങ്ങനെ കുനിഞ്ഞ ശിരസ്സുമായിട്ട് ഇരിക്കുകയാണ്. വഗത്താ വജ്ഹഹു, ഓരോരുത്തരും മുഖം പൊത്തി ബാക്കിയൻ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്ത് വരാൻ പോകുന്ന മുഅ്മിനീങ്ങൾ അഭിമുഖീകരിക്കാവുന്ന ഫിത്നകളെ സംബന്ധിച്ച് ഇങ്ങനെ പറഞ്ഞപ്പോ സർവ്വ സഹാബിമാരും തല താഴ്ത്തിയിരുന്ന് മുഖം പൊത്തി പൊട്ടി പൊട്ടി കരയുകയാണ്. ആഇദൻ ബില്ലാഹി മിനൽ ഫിതൻ, ഫിത്നകളിൽ നിന്ന് അല്ലാഹുവിനോട് അഭയം ചോദിച്ചുകൊണ്ട് അവരെല്ലാവരും കരയുന്നതായിട്ടാണ് എനിക്ക് കാണാൻ സാധിച്ചത്. മഹാനായ അനസ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു. സർവ്വ ഫിത്നകളെ സംബന്ധിച്ചും നമുക്ക് മുന്നറിയിപ്പ് നൽകുന്ന റഹ്മത്തിന്റെ പ്രവാചകനാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു തന്നെ പരിചയപ്പെടുത്തിയല്ലോ, മാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ, സർവ്വലോകർക്കും ലോകത്തിനും അനുഗ്രഹമായി കൊണ്ടല്ലാതെ നാം താങ്കളെ റസൂലായി അയച്ചിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞു, ഇന്നമാ അന റഹ്മത്തുൻ, ഞാൻ കാരുണ്യം തന്നെയാണ്. ഈ സമൂഹം കഷ്ടപ്പെടരുത്, ഈ സമൂഹം പഴച്ചു പോകരുത്, ഈ സമൂഹത്തെ നരകത്തിൽ നക്കി തുടക്കരുത് എന്ന ഗൗരവത്തോടെയുള്ള ആഗ്രഹവും അഭിലാഷവും കാരണത്താൽ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സമൂഹത്തോട് വളരെ 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 പ്രാധാന്യപൂർവം എന്തൊക്കെ ഫിത്നകൾ എന്ന് അവിടുന്ന് ഈ സമൂഹത്തോട് പറയുകയുണ്ടായി. 5 നേരത്തെ നിസ്കാരത്തിലും ആ ഫിത്നകളിൽ നിന്ന് നമ്മൾ അല്ലാഹുവിനോട് കാവൽ ചോദിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ ചിന്തിക്കാറുണ്ടോ ഇല്ലേ എന്നത് വേറെ വിഷയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ തശഹദ അഹദുക്കും, നിങ്ങളിൽ ഒരാൾ തശഹുദിൽ ഏർപ്പെട്ടാൽ, അഥവാ നിസ്കാരത്തിന്റെ അവസാന സമയത്തിലെത്തിയാൽ, അതാണല്ലോ നമ്മൾ തശഹുദ്, ആ തശഹുദിൽ അത്തഹിയാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കെ ഫൽയസ്തഇദ് ബില്ലാഹി മിൻ അർബഇൻ, 4 കാര്യങ്ങളിൽ നിന്ന് അവൻ അല്ലാഹുവിനോട് കാവൽ ചോദിക്കട്ടെ. 4 കാര്യങ്ങളിൽ നിന്ന് റബ്ബിനോട് ശരണം തേടിക്കൊണ്ടല്ലാതെ ഒരാളും നിസ്കാരത്തിൽ നിന്ന് വിരമിക്കരുത്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് പറയേണ്ട പ്രാർത്ഥന നമുക്ക് പഠിപ്പിച്ചു തന്നു. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബി ജഹന്നം വമിൻ അദാബിൽ ഖബ്ർ വമിൻ ഫിത്നത്തിൽ മഹ്യാ വൽ മമാതി വമിൻ ഫിത്നത്തിൽ മസീഹിദ് ദജ്ജാൽ. അല്ലാഹുവേ, ഞാൻ നിന്നോട് അഭയം ചോദിക്കുന്നു മിൻ അദാബി ജഹന്നം, ജഹന്നമിന്റെ ശിക്ഷയിൽ നിന്ന്, ജഹന്നമിന്റെ ശിക്ഷയിൽ നിന്ന് നിന്നോട് ഞാൻ രക്ഷ ചോദിക്കുന്നു. നമ്മുടെ പ്രാർത്ഥനകളിൽ ചില റിപ്പോർട്ടുകളിൽ വന്നത് പ്രകാരം അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബ്രി വമിൻ അദാബിൻ നാരി വമിൻ ഫിത്നത്തിൽ മഹ്യാ വൽ മമാതി വമിൻ ഫിത്നത്തിൽ മസീഹിദ് ദജ്ജാൽ എന്ന് ചൊല്ലുന്നവരും ഉണ്ടാകാം. തെറ്റല്ല, രണ്ടും സഹീഹായ ഹദീസുകളിൽ വന്നിട്ടുള്ള രൂപങ്ങളാണ്. ഒന്ന് നരകശിക്ഷയിൽ നിന്നുള്ള കാവൽ, വമിൻ അദാബിൽ ഖബ്ർ, ഖബർ ശിക്ഷയിൽ നിന്ന്. അത് രണ്ടുമല്ല ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. വമിൻ ഫിത്നത്തിൽ മഹ്യാ വൽ മമാത്, ജീവിതത്തിലും മരണത്തിലും ഉണ്ടാകുന്ന ഫിത്നകളിൽ നിന്നും ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു. പിന്നെ വമിൻ ഫിത്നത്തിൽ മസീഹിദ് ദജ്ജാൽ, എല്ലാ പ്രവാചകന്മാരും ലോകത്തോട് വരാൻ പോകുന്ന ദജ്ജാലിനെ കുറിച്ച് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ആ ദജ്ജാലിന്റെ ഫിത്നയിൽ നിന്നും
ഇവിടെ സഹോദരന്മാരെ, എന്തൊക്കെയാണ് ഫിത്നത്തുൽ മഹിയ കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്? ജീവിതകാലത്തുണ്ടാകുന്ന ഫിത്നകളിൽ നിന്ന് നിന്നോട് ഞാൻ കാവൽ ചോദിക്കുന്നു എന്ന് നിസ്കാരത്തിൽ നമ്മൾ പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ മിന്നി മറയേണ്ടുന്ന ഫിത്നകൾ ഏതൊക്കെയാണ്? പണ്ഡിതന്മാർ ആ ഫിത്നകളെ രണ്ടായി വിഭജിച്ചിരിക്കുകയാണ്. രണ്ട് വിഭാഗം ഫിത്നകളിലാണ് മനുഷ്യൻ ഇന്ന് കുടുങ്ങുന്നത്. ഫിത്നു ശുബ്ഹാത്ത്, രണ്ട് ഫിത്നു ശഹവാത്ത്. ശുബ്ഹത്തുകളുടെ ഫിത്നകൾ അഥവാ സംശയങ്ങളാകുന്ന ഫിത്നകൾ. രണ്ട് മനുഷ്യന്റെ ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും അവന് തോന്നുന്ന ഇച്ഛകളുമാകുന്ന ഫിത്നകൾ. ഈ രണ്ട് ഫിത്നകളും മഹാപകടമാണ്. എന്താണ് ഫിത്നത്തു ശുബ്ഹാത്ത് എന്ന് പറഞ്ഞാൽ? ഒരാൾ അയാളുടെ ദീനിൽ ഫിത്നയിൽ അകപ്പെടലാണ് ഏറ്റവും വലിയ ഫിത്ന. ഫിത്നത്തുൽ മഹിയ വൽ മമാത്ത് എന്ന് പറയുമ്പോ മുൻപന്തിയിൽ വരേണ്ട ഫിത്ന ദീനിൽ ഫിത്നയിൽ അകപ്പെടലാണ്. ആശയത്തിൽ ഫിത്നയിൽ അകപ്പെടുക. ഏറ്റവും ഒരു മനുഷ്യന്റെ സുരക്ഷിതത്വം നിലനിൽക്കുന്നത് അവന്റെ ദീൻ ഫിത്നയില്ലാതെ നിലനിൽക്കലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു പ്രാർത്ഥന സഹീഹ് മുസ്ലിമിൽ നമുക്ക് കാണാൻ സാധിക്കും. അല്ലാഹുമ്മ അസ്ലിഹ് ലീ ദീനി അല്ലദീ ഹുവ ഇസ്മതു അംരി വഅസ്ലിഹ് ലീ ദുനിയായ അല്ലതീ ഫീഹാ മആശി വഅസ്ലിഹ് ലീ ആഖിറതി അല്ലതീ ഫീഹാ മആദി وجعل الحياة زيادة لي في كل خير وجعل الموت راحة لي من كل شر. ഇന്ന് നമ്മൾ ഇവിടെ വിതരണം ചെയ്യുന്ന പ്രയർ കാർഡിൽ ആ പ്രാർത്ഥന അതിന്റെ അർത്ഥസഹിതം കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കൊക്കെ ജുമാ കഴിഞ്ഞ് പോകുമ്പോ പുറത്തു നിന്നത് കിട്ടും. ഇൻഷാ അല്ലാഹ് നിങ്ങളൊക്കെ അത് പഠിക്കണം എന്നുകൂടി സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. എന്താണ് അതിന്റെ തുടക്കം? അല്ലാഹുമ്മ, അല്ലാഹുവേ, അസ്ലിഹ് ലീ ദീനി, എന്റെ ദീന് നീ നന്നാക്കി തരേണമേ. എന്റെ ദീനിൽ നീ ഒരു കുഴപ്പവും വരുത്തരുതല്ല. എന്നിട്ട് പറഞ്ഞ വാചകമാണ് ശ്രദ്ധേയം. അല്ലദീ ഹുവ ഇസ്മതു അംരി, എന്റെ കാര്യങ്ങളുടെ മുഴുവൻ സുരക്ഷിതത്വവും കുടിക്കൊള്ളുന്നത് എന്റെ ദീനിലാണ്. എന്റെ എല്ലാ സംരക്ഷണങ്ങളും നിലനിൽക്കുന്നത് എന്റെ ദീനിലാണ്. റബ്ബേ, ദീന് നശിച്ചു പോകരുതേ, എന്റെ ദീന് കുഴപ്പത്തിലാകരുതേ, ദീനിൽ ഞാൻ ഫിത്നയിൽ അകപ്പെട്ടു പോകരുതേ. എന്താണ് ദീനിലെ ഫിത്ന? പണ്ഡിതന്മാരെണ്ണി സംശയരോഗം. ദീനിൽ സംശയം. അവന് ഉറച്ചിട്ടില്ല, അള്ളാഹുവിലുള്ള വിശ്വാസം ഉറച്ചിട്ടില്ല. മലക്കുകളിലും പ്രവാചകന്മാരിലും വേദഗ്രന്ഥങ്ങളിലും പരലോകത്തിലും ഖദാ ഖദറിലും അങ്ങനെ ഇസ്ലാം വിശ്വസിക്കാൻ പറഞ്ഞ് ഈമാൻ കാര്യങ്ങളിൽ അവന് ഉറച്ചിട്ടില്ല. അവന് തൗഹീദിൽ ഉറച്ചിട്ടില്ല. അവൻ ഇപ്പോഴും സംശയത്തിലാണ്. അവൻ ശക്കുകൾ അവനെ പിടികൂടുകയാണ്. അവന്റെ ഈമാൻ ഇങ്ങനെ ചാഞ്ചല്യമുള്ള ഈമാനാണ്. എന്തേ അതിന് കാരണം? അവൻ ദീനിനെ കുറിച്ച് പഠിച്ചിട്ടില്ല. ഇതിനുള്ള മരുന്ന്, ഈ ഫിത്നയിൽ നിന്നുള്ള നജാത്തിനുള്ള രക്ഷയ്ക്കുള്ള മരുന്നായി കൊണ്ട് പണ്ഡിതന്മാര് പറഞ്ഞത് അൽ ഇൽമു ശർഈ, ശർഈയായ അറിവ് നീ വിശുദ്ധ ഖുർആനിന്റെയും തിരുസുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ അത് മുൻഗാമികളായ സഹാബിമാര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന് എപ്രകാരം ഉൾക്കൊണ്ടുവോ അതേപോലെ നീ മനസ്സിലാക്കൽ മാത്രമാണ് ദീനിൽ അകപ്പെടുന്ന ഫിത്നയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരേ ഒരു മാർഗം. അപ്പൊ ദീനിൽ ഫിത്നയിൽ അകപ്പെടലാണ് ഏറ്റവും വലിയ ഫിത്ന. ദീനീ രംഗത്ത് ഒരുപാട് കാഴ്ചപ്പാടുകളുള്ള ആളുകൾ, ഒരേ കാര്യത്തിന് വേണ്ടി ഒരേ ആയത്ത് ഓതേണ്ട ആളുകൾ, ഒരേ കാര്യത്തിനും ഒരേ ആയത്തും തന്നെ വിരുദ്ധമായ ആശയങ്ങൾക്ക് വേണ്ടി ഓതുന്ന ഗതികേട്. തൗഹീദ് സ്ഥാപിക്കാൻ ഓതേണ്ട ആയത്ത് തന്നെ ശിർക്ക് സ്ഥാപിക്കാൻ ഒരു പക്ഷം ഓതുക. ഇതിലേറെ ഫിത്ന എന്താ ലോകത്ത് വരാനുള്ളത്? തൗഹീദ് സ്ഥാപിക്കാൻ വേണ്ടി അള്ളാഹ് ഇറക്കിയ ആയത്ത് തന്നെ ശിർക്കിന് തെളിവായി കൊണ്ട് ഒരാൾ ഓതിയാൽ അതിനേക്കാൾ വലിയ ഫിത്ന ലോകത്തെന്താ ഉള്ളത്? അള്ളാഹു ഏറ്റവും ഒരു മനുഷ്യന്റെ സമീപസ്ഥനാണ്.
ഒരു മനുഷ്യനോട് ഏറ്റവും അടുത്തവനാണ് റബ്ബ്. അവനിലേക്ക് അടുക്കാൻ ഇടയാളന്മാരുടെ സഹായം ആവശ്യമില്ല. അതുകൊണ്ട് എന്നോട് പ്രാർത്ഥിച്ചോട്ടെ, എന്നോട് ദുആ ചെയ്തോട്ടെ എന്ന് അവന് ഞാൻ ഉത്തരം കൊടുക്കാമല്ലോ എന്ന് പഠിപ്പിക്കുന്ന ആയത്ത് തന്നെ അള്ളാഹിനോട് നേരിട്ട് ചോദിക്കാൻ പാടില്ല എന്നതിനും തെളിവായിട്ട് ഓതിയാൽ അതിനേക്കാൾ ഒരു ഫിത്നയിന് ലോകത്തെന്താ സംഭവിക്കാനുള്ളത്? ഒരു ഉദാഹരണം ഞാൻ പറയാം. പരിശുദ്ധ ഖുർആനിൽ 2-ാം അധ്യായം സൂറത്തുൽ ബഖറ നോമ്പിന്റെ വിധിവിലക്കുകളും നോമ്പിനെ കുറിച്ച് യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ് സിയാം എന്ന ആയത്തൊന്ന്, ശഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ അതിന്റെ 2-ാമത്തെ ശേഷം നോമ്പിന്റെ വിധിവിലക്കുകൾ ഇങ്ങനെ പറയുന്ന അടുത്ത പാർട്ട് ഉഹില്ല ലക്കും ലൈലത്തുസ് സിയാം അർറഫസു ഇലാ നിസായിക്കും, നിങ്ങൾക്ക് നിങ്ങളുടെ റമദാനിന്റെ രാത്രികളായാൽ നിങ്ങളുടെ ഇണകളുമായി ശാരീരികമായി പങ്കിടാം എന്നൊക്കെ പറയുന്ന വിധിവിലക്കുകൾ പറയുന്ന ആയത്ത്. ഇതിന്റെ ഒക്കെ ഇടയിൽ അല്ലാഹു തആല കൊണ്ടുപോയി വെച്ചു ഒരായത്ത്, وَإِذَا سَأَلَكَ عِبَادِي عَنِّي فَإِنِّي قَرِيبٌ أُجِيبُ دَعْوَةَ الدَّاعِ إِذَا دَعَانِ فَلْيَسْتَجِيبُوا لِي فَلْيُؤْمِنُوا بِي لَعَلَّهُمْ يَرْشُدُونَ. അല്ലാഹു തആല പറയാണ്, വൈദാ സഅലക ഇബാദി അന്നി, നബിയെ താങ്കളോട് എന്റെ അടിമകൾ എന്നെ കുറിച്ച് ചോദിച്ചാൽ. അള്ളാന്റെ റസൂലിനോട് പറയാണ്, നമുക്ക് അള്ളാഹിനോട് അങ്ങനെ അടുക്കാൻ കഴിയുമോ? അള്ളാഹ് നമ്മളെ സമീപസ്ഥനാണോ? നമ്മളൊക്കെ ചോദിച്ചാൽ അള്ളാഹ് കേൾക്കുവോ? ഏത് പാപിക്കോ അള്ളാഹ് പുറത്തു തരുമോ? അള്ളാഹിന്റെ കാരുണ്യം പറയുന്ന ആയത്ത്. ആ വചനം റമളാനിന്റെ വിധിവിലക്കുകൾ പറയുന്നതിന്റെ ഇടയിൽ പറഞ്ഞത് 2 വ്യത്യസ്തങ്ങളായ ആയത്തുകൾ തമ്മിലുള്ള ബന്ധം, ആ ബന്ധങ്ങൾ വിശദീകരിച്ചിടത്ത് പണ്ഡിതന്മാരേറെ പറഞ്ഞു റമളാനും ദുആയും തമ്മിലെ ബന്ധമാണ് പറയുന്നത്. അതിന്റെ ഇടയിലാണല്ലോ അത് കൊണ്ടുപോയിട്ട് വെച്ചത്. അവിടെ അള്ളാഹു ആ ആയത്തിൽ പറയുന്ന വിഷയത്തിന്റെ കാതൽ എന്താണ്? എന്റെ അടിമകൾ എന്നെ കുറിച്ച് നിന്നോട് ചോദിച്ചാൽ പറഞ്ഞു കൊടുക്കണം, ഫഇന്നി ഖരീബ്, ഞാൻ സമീപസ്ഥനാണ്, ഞാൻ ദൂരെയല്ല, ഞാൻ അവർക്ക് വളരെ അടുത്താണ്. അവരെന്നെ പറ്റി ഞാനൊരു ക്രൂരനാണെന്നും തെറ്റിദ്ധരിക്കരുത്. കാരുണ്യമില്ലാത്ത ഒരാളും എന്നെ കുറിച്ച് മനസ്സിലാക്കരുത്. ഞാൻ അവർക്ക് സമീപസ്ഥനാണ്. അതുകൊണ്ട് അല്ലാഹു തആല സ്നേഹത്തോടെ പറയണെന്ത്? ഫഇന്നി ഖരീബ് ഉജീബു ദഅവത്തദ്ദാർ, വിളിക്കുന്നവന്റെ വിളിക്ക് ഞാൻ ഉത്തരം കൊടുക്കാം. ഇദാ ദഅാൻ, അവൻ എന്നെ വിളിച്ചാൽ, എന്നോട് ദുആ ചെയ്ത് ഞാൻ ഉത്തരം കൊടുക്കാം. അല്ലാഹു വളരെ കൃത്യമായ ഓഫറാണ്. അതുകൊണ്ട് ഫൽയസ്തജീബൂ ലീ വൽയുഅ്മിനൂ ബി ലഅല്ലഹും യർശുദൂൻ, അവരെന്നെ വിളിക്കട്ടെ, എന്റെ വിളിക്ക് ഉത്തരം നൽകട്ടെ, എന്റെ ഈ കൽപ്പനയെ അവർ മാനിച്ചുകൊണ്ട് വളരെ വിവേകത്തോടെ അവർ ജീവിക്കട്ടെ, എന്നിൽ അവർ ഈമാൻ കൊള്ളട്ടെ, എന്നിലുള്ള വിശ്വാസം അവർ നന്നാക്കട്ടെ എന്നിങ്ങനെ റബ്ബിനോടുള്ള നമ്മുടെ അടുപ്പത്തെ, റബ്ബ് എത്രത്തോളം നമ്മോട് അടുത്തവനാണ്, കരുണയുള്ളവനാണ്, വദൂദാണ്, റഹീമാണ്, ഏറെ സ്നേഹമുള്ളവനാണ്, ക്രൂരനല്ല, കാഠിന്യമുള്ളവനല്ല, ഒരിക്കലും അരിവില്ലാത്തവനല്ല, അവൻ റഊഫാണ്, വാത്സല്യനിധിയാണ്, അവൻ വദൂദാണ്, ഏറെ സ്നേഹമുള്ളവനാണ്, അവൻ ഖരീബ്, ഏറെ അടുത്തവനാണ്, അകലെയുള്ളവനല്ല, ആർക്കും പ്രാപിക്കാനാവാത്ത ഒരു വലിയ രാജാവൊന്നുമല്ല റബ്ബ്, മറിച്ച് തന്റെ അടിമകളോട് ഏറെ അടുപ്പമുള്ള, അവരോട് വാത്സല്യമുള്ള റബ്ബാണെന്ന് പഠിപ്പിച്ച അതേ വചനം തന്നെ റബ്ബിനോട് നമ്മൾ നേരിട്ട് ചോദിച്ചാൽ റബ്ബ് നമ്മോട് അടുക്കില്ലെന്ന് പറയാൻ ഇതേ ആയത്ത് തന്നെ ഒരാൾ ഓതിയാലോ അതിനേക്കാൾ വലിയ ഫിത്ന എന്താ വരാനുള്ളത്? ഇതേ ആയത്ത് നമ്മുടെ നാട്ടിലുള്ള ഖുർആൻ വ്യാഖ്യാനം എഴുതിയിട്ടുള്ള ഒരു പണ്ഡിതൻ, അയാള് പറഞ്ഞത്, ഞാൻ ഖുർആനിന് വ്യാഖ്യാനം എഴുതാൻ എനിക്ക് പ്രചോദനം കിട്ടിയത്, അയാൾ ആദ്യം ഖുർആൻ വ്യാഖ്യാനം അല്ല മലയാളത്തിലേക്ക് എഴുതിയത്, പിന്നെ അയാൾ ആദ്യം കേരളത്തിലേക്ക് ഇറക്കിയത് എന്താണ്? മുഹീദ്ദീൻ മാലയുടെ തഫ്സീറാണ്. മുഹീദ്ദീൻ മാല വ്യാഖ്യാനമാണ് അയാൾ ആദ്യം ഇറക്കിയത്. ആ വ്യാഖ്യാനം ഇറക്കിയതാണ് എനിക്ക് ഖുർആനിനും ഒരു വ്യാഖ്യാനം കൊടുക്കണം എന്ന് എനിക്ക് പ്രചോദനം തന്നത് എന്നാണ് അയാൾ അതായത് തുടക്കത്തിൽ തന്നെ പറയുന്നത്. അയാളുടെ ഖുർആൻ വ്യാഖ്യാനത്തിൽ ഈ ആയത്തിന് അർത്ഥം കൊടുത്തത് കേട്ടാൽ ഞെട്ടിത്തെറിച്ചു പോകും.
അദ്ദേഹം അവിടെ പറയാണ്, അള്ളാഹു അങ്ങോട് അടുക്കണമെങ്കിൽ നേരിട്ട് അള്ളാഹുവിനോട് ചോദിക്കാൻ പാടില്ല, അതുകൊണ്ട് നേരിട്ട് അടുക്കാനാവില്ലെന്നാണ് ഈ ആയത്ത് പഠിപ്പിക്കുന്നത് എന്ന രൂപത്തിലാണ് വ്യാഖ്യാനം കൊണ്ടുപോയത്. അതിന് അദ്ദേഹം കൊടുത്ത മഅന, അർത്ഥം നിങ്ങൾ കേട്ടോളൂ. ഇദാ സഅലക, നബിയെ നിങ്ങളോട് ചോദിച്ചാൽ, ഇബാദി എന്റെ അടിമകൾ നിങ്ങളോട് ചോദിച്ചാൽ, ഫഇന്നി ഖരീബ് അത്തരക്കാരോട് ഞാൻ അടുത്തവനാണ്. മനസ്സിലായി വ്യത്യാസം? മനസ്സിലായത്? ആദ്യത്തെ ആയത്തിൽ എന്താ പറഞ്ഞത്? എന്റെ അടിമകൾ എന്നെ കുറിച്ച് നിന്നോട് ചോദിച്ചാൽ ഞാൻ അവരെ അടുത്താന്ന് പറയണം. ഇയാൾ കൊടുത്തതോ വഇദാ സഅലക, നബിയെ നിങ്ങളോട് താങ്കളോട് ചോദിച്ചാൽ, ഇബാദി എന്റെ അടിമകൾ, ഫഇന്നി ഖരീബ് അത്തരക്കാരോട് ഞാൻ ഏറ്റവും അടുത്തവനാണ്. അപ്പൊ ആദ്യം അള്ളാന്റെ അടുപ്പം നമുക്ക് കിട്ടണമെങ്കിൽ ആദ്യം ആരോട് ചോദിക്കണം? യാ റസൂലല്ലാഹ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് വിളിച്ച് ചോദിച്ചിട്ട് അള്ളാഹിനോട് പറഞ്ഞാലേ അത്തരക്കാരോടെ അള്ളാഹു അടുക്കുകയുള്ളൂ. അല്ലാതെ നേരിട്ട് അള്ളാഹിനോട് ചോദിക്കുന്നവർക്ക് ഞാൻ ഉത്തരം കൊടുക്കൂല എന്ന് തന്നെയാണ് ഈ വചനത്തിന്റെ താല്പര്യം എന്ന് പച്ച മലയാളത്തിൽ അദ്ദേഹം എഴുതിവിട്ടു. ഇത് ദീനിൽ മനുഷ്യൻ അകപ്പെടുന്ന ഫിത്നയുടെ ഒരു സാമ്പിൾ മാത്രമാണ്. ഇങ്ങനെ നൂറുകണക്കിന് തെളിവുകളുണ്ട്. ഇതിൽ മനുഷ്യനാണ് കുടുങ്ങിപ്പോവുകയാണ്. മനുഷ്യനാണ് കുടുങ്ങിപ്പോവുകയാണ് വാചാലതയിൽ. എത്രത്തോളം പറയും? ചിലപ്പോൾ ആളുകൾ പറയും, നബിയേ എന്റെ പാപം പൊറുക്കണേ, എന്റെ പാപം പൊറുക്കണേ എന്ന് നബിനോട് ആദ്യം പറയാതെ അള്ളാഹുവിനോട് പറഞ്ഞിട്ട് കാര്യമില്ല. അള്ളാഹിനോട് ആദ്യം പാപമോചനത്തിന് തേടുന്നവൻ മുനാഫിക്കാണ്. നബിയോട് ചോദിക്കുന്നവനെ യഥാർത്ഥ സുന്നത്ത് ജമാഅത്താവുകയുള്ളൂ. അങ്ങനെയാണെങ്കിൽ മഹാന്മാരായ അമ്പിയാക്കളൊക്കെ ഏത് ലിസ്റ്റിൽ എണ്ണപ്പെടും? ആദം അലൈഹിസ്സലാം ഖുർആനിൽ പറയുന്ന മഹാനവറുകളുടെ പ്രാർത്ഥന, റബ്ബനാ ളലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. മൂസാ നബി അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥന, റബ്ബി ഇന്നി ളലംതു നഫ്സി. അതുപോലെ തന്നെ പല പ്രവാചകന്മാരുടെയും, എല്ലാ പ്രവാചകന്മാരും ഒക്കെ റബ്ബി അല്ലെങ്കിൽ റബ്ബന. മുൻകാല പ്രവാചകന്മാരോട് ചോദിച്ച ഒരു പ്രവാചകന്മാരും ഇല്ല. അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന പദ്യശകലങ്ങളാണ് നമ്മുടെ നാടുകളിലുള്ള പദ്യഗദ്യങ്ങൾ അടങ്ങിയിട്ടുള്ള മൗലിദ് കിതാബുകളിലുള്ളത്. ആ മൗലിദ് കിതാബുകളിലൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ നേരിട്ട് വിളിച്ചുകൊണ്ട് പാപം പുറത്തു തരാൻ ആവശ്യപ്പെടുന്നുണ്ട്. ചില ആളുകളൊക്കെ ഇന്നത് വ്യാഖ്യാനിച്ചിട്ട് അതിലൊന്നും ഒരു ശിർക്കുമില്ല, കാരണം അതൊക്കെ ഒരു കാമുകിയോട് കാമുകൻ പറയുന്ന വാക്കുകളായി കണ്ടാൽ മതി എന്ന് പറയുന്ന ആളുകളുണ്ട്. അതും ലോകത്ത് സംഭവിച്ചിട്ടുള്ള വലിയ ഒരു ഫിത്നയാണ്. വെടക്കാക്കി തനിക്കാക്കുക, ഓരോ രൂപത്തിലുള്ള കാര്യങ്ങളും വ്യാഖ്യാനം കൊടുത്തുകൊണ്ട് ഓരോന്നിനെയും നന്മയുടെ പരിവേഷം നൽകുന്ന ഒരു ദുരന്തം ഫിത്നകൾ. കാമുകയോട് കാമുകൻ പറയുമ്പോ എന്താ പറയാനൊന്നും ഉണ്ടാവില്ലല്ലോ, എന്തും പറയില്ലേ. അതേപോലെ നബിയോടുള്ള ഇഷ്ക് കൊണ്ട് മഅ്ശൂഖായ നബിയോട് ഇഷ്ക് മൂത്തിട്ട് പറഞ്ഞതാണ് നബിയെ പൊറുക്കണമല്ലാതെ നബി പൊറുക്കാൻ വേണ്ടിയിട്ടൊന്നല്ല, അതുകൊണ്ട് അതിൽ കുഴപ്പമൊന്നുമില്ല എന്ന് പറയുന്ന ആളുകളും ഉണ്ട്. അള്ളാഹു അത്തരക്കാരുടെ ശർറിൽ നിന്നും ഈ സമുദായത്തിന് രക്ഷ നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, അതൊന്നും ഇസ്ലാം അനുവദിച്ചു കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളല്ല. പാപമോചനത്തിനുള്ള തേട്ടം റബ്ബിനോടല്ലാതെ പാടില്ല. ദീനിൽ ഫിത്നയിൽ അകപ്പെടുക എന്ന് പറയുന്നതിന് വേറെയും ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. പക്ഷേ നമ്മൾ ഈ പ്രാർത്ഥന മനസ്സിരുത്തിക്കൊണ്ട് എപ്പോഴും തേടണം, അല്ലാഹുമ്മ അസ്ലിഹ് ലീ ദീനി അല്ലദീ ഹുവ ഇസ്മതു അംരി. എന്റെ കാര്യങ്ങളുടെ മുഴുവൻ സുരക്ഷിതത്വം നിലനിൽക്കുന്നത് അല്ലാഹുവേ എന്റെ ദീനിലാണ്. അതിന്റെ കുഫറിൽ അകപ്പെടാം. മനുഷ്യൻ ദീനിൽ അകപ്പെടുന്ന ഫിത്നകളിൽപ്പെട്ടതാണ് കാഫിറാകാം. അതിനൊന്നും അധികം താമസമല്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. ഫിത്നകൾ അത്രത്തോളം ലോകത്ത് വ്യാപകമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബാദിറൂ ബിൽ അഅമാലി ഫിതനൻ കഖിതഇൽ ലൈലിൽ മുദ്ലിം. കട്ടിയുള്ള കഠിനമായ കൂരിരുട്ടുള്ള രാത്രിയുടെ ഒരു കഷ്ണം പോലെ കറുത്തിരുണ്ട നിലക്കുള്ള ഫിത്നകൾ ലോകത്ത് വരും. അത് സംഭവിച്ചുകൊണ്ടിരിക്കും. അത് വരുന്നതിന്റെ മുന്നോടിയായി നിങ്ങൾ അതിന്റെ മുമ്പേ അമലുകൾ കൊണ്ട് ധൃതിപ്പെട്ടോളൂ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. ഇബാദത്തുകൾ വർദ്ധിപ്പിക്കാൻ, ഫിത്നയുടെ കാലത്ത് ഇബാദത്തുകൾ വർദ്ധിപ്പിക്കൽ
കസറത്തുൽ ഇബാദത്തി ഫിൽ ഹർജി, ഫിത്നകൾ വ്യാപകമാകുന്ന കാലഘട്ടത്തിലുള്ള ഇബാദത്തുകൾ കഹിജറത്തിൻ ഇലയ്യ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും. എന്നിലേക്ക് ഹിജറ വരുന്നത് പോലെയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുക്കലേക്ക് ഹിജറ പോകുന്നത് പോലെയാണ് ഈ കാലഘട്ടത്തിൽ ഇബാദത്തുകൾ അധികരിപ്പിക്കൽ. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഫിത്നകൾ അധികരിക്കുന്ന കാലഘട്ടത്തിൽ മുഅ്മിനീങ്ങൾ എന്താ വേണ്ടത്? എല്ലായിടത്തും ഫിത്നയാണ്, ഞാൻ ഒന്നിൽക്കൂല്ല എന്ന് പറയലല്ല. അവൻ ശരിയായ കാഴ്ചപ്പാടോടെ മുന്നോട്ട് നീങ്ങണം, അല്ലെങ്കിൽ പഴച്ചു പോകും. എന്താണ് ഹഖും ബാത്തിലും എന്ന് വേർതിരിച്ചവൻ പഠിക്കണം. നല്ല അറിവ് നേടാൻ ഇൽമു ശർഈ പ്രാപ്തരായ പണ്ഡിതന്മാരിൽ നിന്ന് പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും അവൻ പഠിക്കണം. ഇസ്ലാമിലെ ആശയങ്ങൾ ഗ്രഹിക്കണം. എന്താണ് തൗഹീദ്, സുന്നത്ത്, ബിദ്അത്ത്, അതുപോലെ തന്നെ ഓരോ കാര്യങ്ങളും ഏതൊക്കെയാണ് തിന്മകൾ, ഏതൊക്കെയാണ് നന്മകൾ വേർതിരിച്ചവൻ പഠിക്കണം. കാരണം അത്രയും ഫിത്നയാ വരാൻ പോകുന്നത്. എത്രത്തോളം ഫിത്നയുടെ ഊക്ക് കേട്ടോളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യുസ്ബിഹു റജുലു മുഅ്മിനൻ വയുംസി കാഫിറ. രാവിലെ ഒരാൾ മോമിനാണ്, വൈകുന്നേരം ആയപ്പോഴേക്ക് കാഫിറായിക്കണം. നല്ല മോമിനിരുന്ന് സുബഹിസ്കരിക്കുമ്പോ, പക്ഷേ വൈകുന്നേരം അസറൊക്കെ ആയപ്പോഴേക്ക് അയാൾ കാഫിറാ. അപ്പൊ മാറിക്കണം, ആശയൊക്കെ മാറിയാണ്. നേരെ മറിച്ചും വയുംസി മുഅ്മിനൻ വയുസ്ബിഹു കാഫിറ, വൈകുന്നേരം മുഅ്മിനായിരുന്നു, ഇശക്ക് നിസ്കരിച്ചൊക്കെ കിടന്നുറങ്ങുമ്പോഴൊക്കെ മുഅ്മിനായിരുന്നു, രാവിലെ ആയപ്പോഴേക്കും കാഫിറായി പോയിട്ടുണ്ട്. രാവിലെ എഴുന്നേറ്റ് വരുമ്പോഴേക്ക് കാഫിറാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ കാരണം പറഞ്ഞത് കേട്ടോളൂ. യബീഉ ദീനഹു ബിഇർളിൻ മിനദ് ദുനിയ ഖലീൽ. അവനവന്റെ ദീന് വിൽക്കുകയാണ്, തന്റെ ആശയത്തെ കച്ചവടാക്കുകയാണ്, ദുന്യാവിന്റെ താഴ്ന്ന ചരക്കുകൾ പകരം വാങ്ങിയിട്ട്. ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടി താൻ പഠിച്ച ദീനിനെ മാറ്റിവെക്കുന്ന ഫിത്നയാണ് ലോകത്ത് പടരാൻ പോകുന്നതെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നറിയിപ്പ് നൽകി. ഭൗതിക നേട്ടത്തിന് വേണ്ടിയിട്ട് താൻ പഠിച്ച ഇൽമൊക്കെയാണ് മറക്കുക, എന്നിട്ട് അതുകൊണ്ട് മാറ്റിവെക്കുക. നല്ല മുസ്ലിമീങ്ങളായ ആളുകളെന്ന് പറയുന്നവർ തെമ്മാടിത്തങ്ങൾക്ക് ന്യായീകരണം കൊടുക്കുക. പലിശ ഹലാലാണെന്ന് പറയാ, ഇതിന് പോലെ മുഖങ്ങൾ പറയാ. മദ്യപാനം, അതിനൊക്കെ ഫത്വകൾ കൊടുക്കുക, കുറച്ചായ കുഴപ്പമില്ല. സംഗീതം, ഇസ്ലാം നിഷിദ്ധമാക്കിയ ആ നിലക്കുള്ള സംഗീതം